ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലുങ്കപ്പ. നല്ലൊരു കിടുക്കൻ എല്ലുങ്കപ്പയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിട്ട് കൊണ്ടുവരാൻ പോകുന്നത്. നമ്മളിവിടെ കപ്പ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തോലൊക്കെ പൊടിച്ച് നമുക്ക് റെഡിയാക്കിയിട്ട് ഞാനിപ്പോൾ വരാം. അപ്പോൾ നമ്മുടെ കപ്പ വെട്ടി നന്നായി കഴുകിയതിന് ശേഷം നമ്മളിതാ ഒരു പാത്രത്തിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് ഊറ്റാം. നമുക്കിനി എല്ലുകപ്പയ്ക്ക് വേണ്ടി എല്ല് കഴുകാം. ഒരു 3 തവണ കഴുകേണ്ടി വരും. നന്നായിട്ട് കഴുകണം. ബാക്കി ചീനച്ചട്ടിയിലോട്ടേക്ക് മാറ്റാം. നേരത്തെ വൃത്തിയാക്കി വെച്ച എല്ല് ബാക്കി കുക്കറിലോട്ടേക്ക് മാറ്റാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മസാലപ്പൊടി. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സവാള, ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിലോട്ടേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാലയും ചേർന്നപ്പോൾ എന്നാ രസമാണെന്ന് നോക്കി. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് 1.5 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി അടച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗവിലോട്ടേക്ക് മാറ്റാം. നമുക്ക് ഒരു 8 വിസിലടിക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് പെട്ടെന്ന് വേകുന്ന ടൈപ്പ് എല്ലാണ്, അതുകൊണ്ട് 8 വിസിൽ മതിയാവും. ചില എല്ലുകൾക്ക് ഇതിലും കൂടുതൽ, മാക്സിമം ഒരു 10 വിസിൽ വരെയൊക്കെ വേണ്ടി വരും. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി തേങ്ങ വറുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ഇവയെല്ലാം ഒരു 1/2 ടീസ്പൂൺ വെച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. നല്ല രീതിയിൽ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗവിൽ നിന്ന് എടുത്തിട്ട് മിക്സിയിലിട്ട് അരയ്ക്കേണ്ട ആവശ്യമുണ്ട്. മുൻപ് നമ്മൾ തയ്യാറാക്കി വെച്ച എല്ലും വറുത്തരച്ച തേങ്ങയും എല്ലാം കൂടി നമ്മുടെ കപ്പയിൽ മിക്സ് ചെയ്ത് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി മൂടി വേകുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ എല്ലുങ്കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നന്നായിട്ട് ഇളക്കി അങ്ങ് എടുത്തിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷയിലും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു. എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റായി രേഖപ്പെടുത്തേണ്ടതാണ്. ഇന്നത്തെ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അത് നമ്മൾ എൻ്റെ വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അല്ല, ഞാൻ ചീറ്റ് ചെയ്താ. ഞാൻ തന്നെ ഒച്ച ഏൽപ്പിച്ചാണ്. നീ വന്നില്ല, ഞാൻ ഡബ് ചെയ്ത് നോക്കിയതാ. ചീത്തണ്ടേ? ഇനി അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി ഒരു 2 ടീസ്പൂൺ. 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോ?
1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഇതിലാകപ്പൻസിൽ അപേക്ഷ കൊടുക്കാനാണ് മഞ്ഞപ്പൊടിയാണ് സ്പൂണ്. മല്ലിപ്പൊടി. മല്ലിപ്പൊടി 2 ടീസ്പൂൺ വേണ്ടേ? മല്ലിപ്പൊടി